ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ട് കുറേ ദിവസമായി, പക്ഷെ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ തുണിയിലെല്ലാം വരച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് വരയ്ക്കുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തായാലും ഇനി വരയ്ക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ട് അവിടെ വെച്ചൊക്കെയാണ്. ഇന്ന് വരെ ഞാൻ വരച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇന്ന് ആദ്യം എന്നോട് പറഞ്ഞ് ആൾക്കൊരു ചിത്രം അമ്മ തുണിയിൽ വരക്കണം, ഞാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ വരക്കാന്നൊക്കെ വിചാരിച്ച് ഓരോ ദിവസവും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ആയി, നീ വരച്ചോ, ചേച്ചി വരച്ച് കഴിഞ്ഞിട്ട് നമ്പൂരി വേറെ തന്നെ സെറ്റാക്കി തരും കേട്ടാ, ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് കണ്ണൻ എപ്പോൾ ആതിര കഴിഞ്ഞിട്ട് കണ്ണൻ, ഓക്കെ അല്ലേ? കണ്ണൻ്റെ കഴിഞ്ഞിട്ട് ആരാണ്? അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കമാണ്. അപ്പം ആദ്യക്ക് ഞാൻ ഇവിടെ ഞാൻ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമാണ് ചെയ്യാൻ പോകുന്നത്, ചെയ്യില്ലേ? അപ്പോൾ അവൾക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ എന്തായാലും പെയിൻ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോംബോ ഞാൻ ആദ്യം പറയാം. അപ്പോൾ നബു ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ച് വരക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. പെയിൻറ്റിനെടുത്ത് വരക്കാൻ വേണ്ടിയുള്ളൊരു പൂതിയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ, ആദ്യമേ നമുക്ക് ഈ ഫ്ലവർ ഏത് കളർ ചെയ്യണം? നമുക്ക് ഏത് കളറായിരിക്കും ബെറ്റർ? യെല്ലോ എടുക്കാമെന്നാണ് ആദ്യം പറയുന്നത്, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു പിങ്കിഷ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിങ്ക് ഒരു ഗ്രീനും ഇതൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് നോക്കാം എങ്ങനെയാണ് ആദ്യം വരക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും തുടങ്ങാം. ആദ്യം ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് ഇങ്ങനെ മുറിക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം നബും കൂടി ചേർന്ന് പെയിന്റ് എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ തുണി ഒന്ന് ഇത് ഇല്ലതാവില്ല, ഞാൻ മുറിച്ചോട്ടെ. ഇല്ലായിട്ടില്ല. ഈ കത്രികയാണ്, വലിയ കത്രിക എടുത്ത് വെച്ചേക്കാണ്. അത് എവിടെ നിന്നും അന്വേഷിച്ച് കിട്ടുന്നില്ല. അയ്യോ, ഇതെപ്പോൾ കീറി കഴിയും. കണ്ണമോനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമോ? ഈ കൈ മാത്രം, ആ കൈ. അപ്പം ഞാൻ പിടിച്ചോ മോനെ. അപ്പോൾ അവള് വരക്കട്ടെ. എന്തായാലും നമ്മൾ കുട്ടികൾക്ക് അവർക്ക് എന്താണോ ഇഷ്ടം നമ്മൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. ഓക്കെ, കളർ കിട്ടിയില്ല. ഏത് കളർ? പിങ്കാണോ? ഓക്കെ, ഫാബ്രിക്കിൻ്റെ പിങ്ക് ഇതിലുണ്ടോ? ഇത് കുറേ പഴയതാണല്ലോ. ഉണ്ടട്ടോ. ആദ്യം പിങ്ക് മാത്രം ഉപയോഗിച്ച പോരട്ടാ. നീ പിങ്ക് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കളർ വേണം? അപ്പൊ വൈറ്റ് വേണം. അപ്പൊ നമ്മളിത് മുറിക്കട്ടെ. കുഞ്ഞു മാറിയ മോളെ, മോനെ ഇവിടെ പിടിക്കടാ. കണ്ണ ഇവിടെ പിടിക്കും മോനെ, ഈ സൈഡ് അവിടെ പിടിച്ചോ. നമ്മൾ ഇത് മുറിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ തുണി മൊത്തം ചീത്താവും. കാരണം എനിക്കും കുറച്ചെല്ലാം പ്രാക്ടീസ് ചെയ്യണം, കുറേ ദിവസമായി ഇപ്പം വരക്കാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തുണി ഞാനിവിടെ വെച്ചാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ഇനി ആദ്യം വരച്ച് കാണിക്കണം. ഞാനൊന്നും അവളോട് പറഞ്ഞു കൊടുക്കും. അവൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യക്ക് ഞാൻ പെയിൻ്റ് എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറിലെ ഫ്ലവറാണ്. അപ്പോൾ കുറച്ച് വൈറ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം പഴയ പെയിൻ്റെല്ലാം ഉണങ്ങി പിടിച്ചതാണ്. പിന്നെ എന്താ പറയുക, എല്ലാം ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് പഴയ ബ്രഷാണ് കേട്ടോ. വേറെ എല്ലാ ബ്രഷുകളും ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വെച്ചേക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യല ആദ്യമേ. അങ്ങനെ ഇവിടെ നബു ഉണ്ട്. നബു ആണെങ്കിൽ ഇത് കണ്ടില്ലേ, തുടങ്ങി. അവളുടെ കലാപരിപാടി അവൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ണനും ഒരു വല്ലാത്ത ഒരു പൂതി. ഓക്കെ, അപ്പോൾ തുടങ്ങാം മോളെ. എന്നാ എങ്ങനെ തുടങ്ങും? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു കൊടുക്കാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പിങ്കിഷ് ഫ്ലവർ. ആദ്യം ആ ബ്രഷ് ഒന്ന് ഇത് രണ്ടും എന്തായത് ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ല, വെള്ളം മിക്സ് ആക്കാൻ ഞാൻ
ശരിക്കും ഞാൻ മൊബൈലും പിടിച്ചിട്ടുണ്ട്. വേണ്ട 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 വേണ്ട, ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ബ്രഷെല്ലാം നമ്മളുടെ ബ്രഷ് വേണ്ട മോനെ, വേണ്ട വേണ്ട. അപ്പൊ ഞാൻ ഒരു പെറ്റിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇതാണ് ഫ്ലവർ ആണെന്നറിയാം. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്രഷ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു പെറ്റലിനെ സിമ്പിളായിട്ട് വരച്ച് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതിലുണ്ട് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ആദ്യം ഇവിടെ ഇല്ല, ആദ്യം ഈ അറ്റത്ത് വൈറ്റ്, എന്നിട്ട് ഇവിടെ ഈ പിങ്ക് ഡാർക്ക് ഇട്ടിട്ട് എന്നാൽ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എടുത്തോ, ചെയ്തോ, തുടങ്ങിക്കോ. സ്റ്റാർട്ട്. അബു നമ്മളെ പേടിപ്പിക്കുന്നു, ആ ചെയ്തു നീ ധൈര്യമായിട്ട് ചെയ്തോ. ഇവിടെയാണ് പിങ്ക്, ഇവിടെയാണ് പിങ്ക്, അവിടെ ബ്രഷ് കംപ്ലീറ്റ് പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഇതുണ്ടേ. നീ ചെയ്, അത്രയും വേണ്ട. ഇനി വൈറ്റ് ഒന്നിച്ചാകുമ്പോൾ അത് ഒരേപോലെ തന്നെ പോകുമ്പോൾ ആ റൗണ്ട് സർക്കിൾ ശരിക്കും കിട്ടണേ. അയ്യോ റൗണ്ട് പോകല്ലേ. ഐ വിൽ ഷോ യു. ആ പെറ്റലിന്റെ ഷേപ്പ് വേണ്ടേ നമുക്ക്. വെയിറ്റ് അതെനിക്കറിയാം നീ ഡൂ ചെയ്യുമെന്ന്, പക്ഷെ ഇതിന് ആദ്യം ഈ ഡാർക്കിനെ അങ്ങോട്ട് വലിക്കാണ്ട് വൈറ്റിനെ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തോ. ഞാനിപ്പോൾ ചെയ്തിട്ട് എൻ്റെ ഇതൊക്കെ കണ്ട അതുപോലെ വരണം പോകൂലേ. ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷേപ്പ് കിട്ടണേ. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അയ്യടാ എന്നെ നോണ പറയാൻ പഠിപ്പിക്കുന്നുണ്ടേ. ആദ്യം കുറച്ച് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരാൾ, എൻ്റെ പൊന്നെ നബു, എൻ്റെ നബുവേ, എന്തിത് നീ എന്ത് ചെയ്തു വിട്ടുന്നേ? ആര്യൻ ആർട്ടിസ്റ്റ് നബു, ആര്യൻ ആർട്ടിസ്റ്റ് ആ നബു. ചിത്രം വരച്ച് ഇത് കാലുമേത്തൊക്കെ പെയിന്റ് കഴുകി കളയണം കേട്ടാ. അതിക്ക് ഇപ്പൊ ഒരു ആഗ്രഹം തോന്നിയോണ്ട് മാത്രമേ ഞാൻ കൊടുത്തത്. ആ ഷേപ്പ് ഇവിടത്തെ പോയല്ലോ മോളെ. ഈ പെറ്റലിന്റെ ഷേപ്പ് പോയിട്ട് ഒരു സ്ക്വയർ ബോക്സ് പോലെ ആയല്ലത്. അതിന് എന്തിനാ പുറത്തേക്ക് പോന്നേ? പുറത്തേക്ക് പോയിട്ട് അത് എവിടേക്കാ കൊണ്ടുപോകുന്നത് കുട്ടി? അതാ the point. Adi, don't take much paint. ഉള്ള പെയിന്റ് വെച്ചിട്ട് കൂട്ടി കൊടുക്കും മൊത്തം. ആദ്യം വലിച്ചു നീട്ടി എവിടേക്കാ പോന്നേ? പെറ്റലിന്റെ നീട്ട് ഇത്രേ ഉള്ളൂ. നീ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഔട്ട്ലൈൻ കണ്ടില്ലേ? See, wait, I will show once. നീ അതാ ഞാൻ എടുത്തപ്പോൾ ആദ്യം കൈ കൊണ്ട് എടുത്ത് എന്താ പറയാ? ഇതൊരു ടെക്നിക്കാണ്. അയ്യോ ഇനി അത് മച്ചി. ഇവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ ഇതേ ചെയ്ത് കൂട്ടിയത്. എന്താ അവസ്ഥ?
നിനക്ക് ചൊറി വന്നതല്ല, നീ ഒരു ചൊറിച്ചാണ്, ചൊറിച്ച്. ബാക്കിയുള്ളവരെ ചൊറിയുന്ന ഒരു ആളാണ്. ചൊറി വന്ന് പിങ്ക് കളറിലെ ചൊറി അല്ലേ? നമ്മുടെ അമ്മൂമ്മയുടെ ക്ലിപ്പ്. നോ നബു, ഗോ ആൻഡ് വാഷ് നബു. നബു വാഷ്. ആദ്യം അത്രയധികം പ്രസ് ചെയ്ത് ചെയ്യല്ലേ കുട്ടി. എന്നെ കണ്ട് പേടി. Why did you stop the song? You have to blend. See, ഞാൻ പറഞ്ഞത് എന്താണ്, ടോപ്പിൽ ഡാർക്കസ്റ്റ് കളർ വരുന്ന അല്ലേ? ടോപ്പിൽ ഡാർക്ക് വരുന്ന സ്ഥിതിക്ക് എന്താവും, ഇവിടെ നിന്നാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് കളറിനാണ് കൊടുക്കേണ്ടത്. ആൻഡ് ഇവിടെ നിന്ന് ഡാർക്കസ്റ്റ് കളർ കൊടുക്കണം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡാർക്ക് കൊടുക്കുന്നത്, ഇവിടെ നിന്ന് ലൈറ്റ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം എങ്ങനെ ചെയ്യണമെന്ന്. ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ കുട്ടി വൈറ്റ്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. വൈ ആർ യു യൂസിങ് ഫിംഗർ? കുറേ കൊടുക്കല്ലേ. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ ഇവിടെ ഇനി ഇലകളൊക്കെ കൊടുക്കണം. നബു കാലെല്ലാം കഴുകി അല്ലേ നബു? വൃത്തിരി കാലെല്ലാം കഴുകി വന്നിട്ടുണ്ട്. ഇവിടെ ഗുഡ് ഗേൾ. പെയിൻറ് കുറച്ചുണ്ട്. അപ്പോൾ ഇനി ബാക്കി അങ്ങനെ ആദ്യം കണ്ണ അല്ല ഈ വീഡിയോയിലുണ്ട് പറയുന്നത്. ഞാൻ ആ വരച്ചതിന്റെ ഔട്ട്ലൈൻ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഫിൽ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി കളർ കേട്ടാ. ഇതേ ഒരു വാനരൻ അല്ല, സോറി, സ്പൈഡർമാൻ. വൈ അങ്ങനെ ആദി പൂവെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, കുറച്ചെല്ലാം ഞാൻ ആ ഒരു ചെറിയൊരു ബേസിക് മാത്രമേ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഷീ ട്രൈഡ് ഹെർ ബെസ്റ്റ്. അപ്പോൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടീസാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല പ്രാക്ടീസോടെ ചെയ്യണം. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്തതാണ്. ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് ആ ഒരു കളർ മിക്സിങ് ആക്കുന്നിടത്തെല്ലാം. അപ്പോൾ അതുപോലെ എപ്പോഴും ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. What do you have to say? എന്താ പറയാനുള്ളത്? അത് അങ്ങനെ കേട്ടോ, ഡ്രൈ ആയിട്ട് എടുത്താൽ മതി. എനിക്ക് എന്താ പറയാ, ഞാനിത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് എന്താ വെച്ചാല്, ഞാൻ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കത് തോന്നി. എന്താ ഒരു സെറ്റ് സാരി ഉണ്ട്, അത് അതിൽ കൃഷ്ണന്റെ ഇതുണ്ട്, മാമൻ വരച്ച. അപ്പൊ ഞാൻ വിശക്കും അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കണം വിചാരിച്ചിട്ട് അതിനാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത്ര ഭംഗിയൊന്നും വിചാരിച്ചില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കുറച്ച് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നബുവും കണ്ണനും ഇനിയും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു ത്വര ഞാൻ എവിടെ നിന്ന് പഠിച്ചെന്നറിയില്ല. കണ്ണനും ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഹീ ഈസ് നോ ആംഗ്രി ബോയ്, റൈറ്റ്? കണ്ണൻ ആംഗ്രി ബോയ് അല്ലേ ഇപ്പോൾ? ഇപ്പം നീ ആംഗ്രി അല്ലേടാ, നിനക്ക് ദേഷ്യമല്ല എന്നോട്. യെസ്, കണ്ട സത്യം. അപ്പോൾ ഓക്കെ ആദി, ടാറ്റാ. എനിക്ക് ദേഷ്യം വന്നില്ല, ദേഷ്യമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. ഓക്കെ, അപ്പോൾ അതേ മങ്കി എന്ന് പറഞ്ഞതൊക്കെ കേട്ടിട്ട് കാണാം. അപ്പോൾ ഓക്കെ, നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ്.
താങ്ക് യു. ടാറ്റാ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യ മോള് വരച്ചതാണ്. ഇനി പുതിയ പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരാം. ഓർഡർ ചെയ്യണം ഗൈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ എന്ത് ഓർഡർ ചെയ്യാനാ? ഞാൻ ചെയ്തു തരാം. ഓർഡർ ചെയ്ത് തരാന്നാ? എൻ്റെ പൊന്നേ. ഓ നൈസ്. എങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എൻ്റെ പൊന്നേ ഭയങ്കര. ഓക്കെ, അപ്പൊ ഓർഡർ ചെയ്ത് തരാന്നാണ്. കാണാം നമുക്ക്. ഓക്കെ, ബൈ. ഐ വിൽ സപ്പോർട്ട് യു. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്നെ, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ പൊന്നേ, നമുക്ക് ബൈൻഡപ്പ് ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടാ. ഓക്കെ, ബൈ.